ഹായ് ഗൈസ്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത നിങ്ങളെല്ലാവരും കണ്ടു കാണും. അംഗൻവാടി ടീച്ചർ അംഗൻവാടിയിലുള്ളൊരു കുഞ്ഞിനെ ഉപദ്രവിച്ചു എന്നുള്ളത്. കുഞ്ഞ് പല ദിവസങ്ങളായിട്ട് ഈ ടീച്ചറിൻ്റെ ഇങ്ങനെ ഉപദ്രവം ഏൽക്കുന്നുണ്ട്. പക്ഷെ കുഞ്ഞ് വീട്ടിൽ പറയാറില്ല. കാരണം ഇനി പറഞ്ഞ് ടീച്ചർ വീണ്ടും അടിക്കുന്നെങ്കിലോ എന്നുള്ളൊരു പേടി കൊണ്ടായിരിക്കാം. പക്ഷേ ഈ അടുത്ത കുറച്ച് ദിവസങ്ങളായിട്ട് എന്നും വന്ന് പറയും, അമ്മ ടീച്ചർ അടിച്ചു. അപ്പോൾ കുട്ടിയുടെ അമ്മ വിചാരിക്കുന്നത് എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും അല്ലെങ്കിൽ നഴ്സറികളിലും ഇതുപോലെ ഒന്നോ രണ്ടോ അടിയൊക്കെ ടീച്ചർമാർ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കാറുണ്ടല്ലോ, അതുപോലെ ആയിരിക്കുമെന്ന് വിചാരിച്ചു. പക്ഷേ അമ്മയ്ക്ക് തെറ്റി. അന്നേ ദിവസം കുഞ്ഞ് വീട്ടിൽ വന്ന് കുഞ്ഞിന് ഭയങ്കര അസ്വസ്ഥതയും കാര്യങ്ങളും. അപ്പോൾ അമ്മ നോക്കിയപ്പോൾ അടി കൊണ്ട പാടും അടി കൊണ്ട ആ സ്ഥലം കാലിലെവിടെയാണെന്ന് തോന്നുന്നു. കുഞ്ഞിന് നീര് വെച്ച് കുഞ്ഞ് വേദന കൊണ്ട് പൊളയും. ഒരു ഡോക്ടറെ കാണിച്ചപ്പോൾ ഡോക്ടർ അതിനുള്ള മരുന്നെല്ലാം കൊടുത്തു. എന്തൊക്കെയോ കാര്യങ്ങൾ സജസ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ മേൽ നടപടിക്ക് ഇന്നവരെ കാണണം എന്തൊക്കെയോ പറഞ്ഞു കൊടുത്തു. അപ്പോൾ അതിനനുസരിച്ച് അവർ നീങ്ങുന്നു. ഇതിനിടയിൽ അംഗൻവാടിയിൽ സംഭവിച്ച കാര്യങ്ങൾ എന്തെന്ന് പറഞ്ഞാൽ ടീച്ചറിന് വെപ്രാളമായിപ്പോയി. ഇതിപ്പം കുഞ്ഞിൻ്റെ കാര്യം പ്രശ്നമാകുമോ ഇല്ലേ എന്നുള്ളത് കൊണ്ട് ടീച്ചർ എന്ത് ചെയ്തു, ടീച്ചർ വേറൊരു കുട്ടിയുടെ രക്ഷകർത്താവിനെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാനിങ്ങനെ ഈ കുഞ്ഞിനെ ഒന്ന് അടിച്ചു പോയി. പക്ഷേ നിങ്ങളോട് ചോദിക്കുമ്പോൾ നിങ്ങൾ പറയണം നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഈ കുട്ടി രാവിലെ മുതൽ ഉപദ്രവിക്കുന്നുണ്ടായിരുന്നെന്ന് പറയണമെന്ന്. അപ്പോൾ ടീച്ചർ ഇത്രയ്ക്കും ബുദ്ധിയില്ലാതായിപ്പോയോ? വേറൊരു അമ്മയോടാണ്, ഒരു കുട്ടിയുടെ അമ്മയോടാണ് ടീച്ചർ ഇത് പറയുന്നത്. നാളെ അവർക്കും ഇത് സംഭവിക്കാം. അവരെന്ത് ചെയ്തു, അത് റെക്കോർഡ് ചെയ്ത് വെച്ചോ ഇല്ലയെന്ന് എനിക്ക് എന്തായാലും ഈ അടി കൊണ്ട കുഞ്ഞിൻ്റെ അമ്മയ്ക്ക് അവരയച്ചു കൊടുത്തു. അപ്പോൾ പറയുന്നത് നിങ്ങൾ എന്നെ ഒന്ന് സഹായിക്കണം, ഞാൻ ഇങ്ങനെ കുട്ടിയെ അടിച്ചുപോയി. അപ്പം നിങ്ങളെ കുഞ്ഞുങ്ങളെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന കണ്ടിട്ടാണ് അടിച്ചെന്ന് എന്തായാലും ആ അമ്മ ഈ അടി കൊണ്ട കുഞ്ഞിൻ്റെ വീട്ടുകാരെ അത് അറിയിച്ചു. ഈ അടി കൊണ്ട കുഞ്ഞിൻ്റെ അമ്മാമ്മ ആശാ വർക്കറാണ്. അപ്പോൾ അവരോട് ഈ ടീച്ചർ വെപ്രാളം വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ നിങ്ങളുടെ കുഞ്ഞിനെ ഒന്നും കഴിക്കാത്തതുകൊണ്ട് ഒന്ന് അടിച്ചു പോയി, അതുകൊണ്ട് ചിലപ്പോൾ കുഞ്ഞ് വീട്ടിൽ വന്ന് പറയുമെന്ന്. ആ അമ്മാമ്മയും വിചാരിച്ചു ടീച്ചർ ഇപ്പോൾ ഒരു ചെറിയ അടി കൊടുത്താൽ അത് വലിയ വിഷയമല്ല. പക്ഷേ അമ്മാമ്മ ജോലിയെല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്നപ്പോൾ കുട്ടിയുടെ അമ്മ പറഞ്ഞു, അമ്മേ ഇതാണ് കുഞ്ഞിനെ അടിച്ച് പൊട്ടിച്ചതാ വെച്ചിട്ടുണ്ട്, കുഞ്ഞ് ഭയങ്കര കരച്ചിലെന്ന്. ഉടൻ തന്നെ ഈ അമ്മാമ്മ ഈ ടീച്ചറിനെ വിളിച്ചിട്ട് ചോദിച്ചു, നീയല്ലേ പറഞ്ഞ ഒരു ചെറിയ അടി എങ്ങാണ്ട് കൊടുത്തെന്ന്, ഇപ്പോൾ കുഞ്ഞിൻ്റെ കാലെല്ലാം നീര് വെച്ച് വീർത്തിരിക്കുന്നല്ലോ, അപ്പോൾ നീ എന്താണ് ഈ കാണിച്ചതെന്ന് പറഞ്ഞപ്പോൾ അവർ തിരിച്ച് വളരെ മോശമായ ഭാഷയിൽ ഈ അമ്മാമ്മയോട് സംസാരിച്ചു. ഇവിടെ കുഞ്ഞുങ്ങൾ രാവിലെ അംഗൻവാടിയിൽ വന്ന കുഞ്ഞുങ്ങൾ ഒന്നിനും രണ്ടിനും അവർക്ക് പോകാൻ തോന്നിയാലും അവർ പോകാറില്ല. രക്ഷകർത്താക്കൾ വിളിക്കാൻ ചെല്ലുമ്പോൾ ഈ കുഞ്ഞുങ്ങൾ ഓട്ടപ്പാച്ചിലാണ്. കാരണം വീട്ടിൽ ചെന്ന് കാര്യം സാധിക്കണം. അന്വേഷിച്ചപ്പോൾ അങ്ങനെ പോയാൽ ടീച്ചർ അടിക്കുമെന്ന്. അപ്പോൾ അത് എത്ര ദുഷ്ടഹൃദയമുള്ള ടീച്ചറാണ്. ടീച്ചറിന് മക്കളൊന്നുമില്ലേ, അല്ലെങ്കിൽ കൊച്ചുമക്കൾ കാണത്തില്ലേ? ഈ നിഷ്കളങ്കരായ പാവം പിടിച്ച പൊടി കുഞ്ഞുങ്ങൾ അവർ രാവിലെ തൊട്ട് അവർ അംഗൻവാടി വിടുന്നത് വരെ അവർക്ക് ഒന്നും രണ്ടും പോകാതെ അവർ പിടിച്ചു വെച്ചേക്കുന്ന ആ ഒരു ബുദ്ധിമുട്ട് പോയാൽ ഇവരടിക്കും. അപ്പോൾ ഇത് അംഗൻവാടികളെക്കുറിച്ച് ഈയിടെയായിട്ട് ഒരുപാട് ന്യൂസുകൾ ഇങ്ങനെ കേൾക്കുന്നുണ്ട്. ഈ ടീച്ചറിന് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. കാരണം പൊടി കുഞ്ഞുങ്ങളല്ലേ, വലിയ പിള്ളേരാണെങ്കിൽ സാരമില്ല, അവർക്ക് സ്വന്തമായിട്ട് അത് വാഷ് ചെയ്യാനോ ഒന്നും അറിയില്ല. ഇവരവിടെ കുഞ്ഞുങ്ങളെ കൊണ്ട് തന്നെ അതെല്ലാം ചെയ്യിക്കുന്നു. ഈ ടീച്ചറിൻ്റെ ഈ വൃത്തികെട്ട ഈ നടപടിക്കെതിരെ അധികാരികൾ കണ്ണടച്ച് കളയരുത്. ഇവർക്ക് തക്കതായ ശിക്ഷ തന്നെ കൊടുക്കണം. ഇവരെ കാരണം അവിടെ നിന്ന് കുഞ്ഞുങ്ങളെ മാറ്റി കിലോമീറ്ററുകളോളം ദൂരെയുള്ള അംഗൻവാടിയിൽ
കുഞ്ഞുങ്ങളെ കൊണ്ടുപോകുന്നവരുണ്ടെന്ന്. അപ്പോൾ ഇവരെ ഇനിയും ഈ അംഗൻവാടിയിൽ ഈ തസ്തികയിൽ വെച്ചുകൊണ്ടിരിക്കുന്നത് നല്ലതാണോ? ഇവർ ഇനി കേരളത്തിൽ എവിടെയും ഉള്ള ഒരു അംഗൻവാടിയിൽ ഇവർ ടീച്ചറായിരിക്കാൻ പാടില്ല. കുഞ്ഞുങ്ങളുടെ ജീവനും കുഞ്ഞുങ്ങളുടെ ആരോഗ്യത്തിനും ഭീഷണിയായിട്ട് ഒരു അധ്യാപിക അങ്ങനെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അവരെ ആ സ്ഥാനത്തുനിന്ന് മാറ്റുക തന്നെ വേണം. കുഞ്ഞുങ്ങളെ നമ്മൾ അവിടെ കൊണ്ടാക്കുന്നതിനാണ്. ഏതൊരു രക്ഷിതാക്കളായാലും ജോലിക്ക് പോകുന്നവരുണ്ട്, അല്ലെങ്കിൽ വീട്ടമ്മമാരുണ്ട്. അവിടെ കുറച്ച് സമയം അവർ സന്തോഷത്തോടെ മറ്റു കുഞ്ഞുങ്ങളോടൊപ്പം സമയം ചിലവഴിക്കട്ടെ, കളിക്കാം, പാട്ട് പാടാം, അതിനാണ് അവരെ കൊണ്ടാക്കുന്നത്. അപ്പോൾ ഈ ടീച്ചർമാർ ഇങ്ങനെ കുഞ്ഞുങ്ങളോട് തുടങ്ങിയാൽ പിന്നെ എങ്ങനെ വിശ്വസിച്ച് ഇങ്ങനെയുള്ള സ്ഥാപനങ്ങളിൽ കുഞ്ഞുങ്ങളെ കൊണ്ടാക്കും? അധികാരികൾ ഇത് ശ്രദ്ധിക്കണം. കുഞ്ഞുങ്ങളുടെ ജീവന് ഭീഷണിയാകുന്ന ഇങ്ങനെയുള്ള ദുഷ്ടഹൃദയമുള്ള അധ്യാപകരെ തൽസ്ഥാനത്ത് നിന്ന് നീക്കുക തന്നെ വേണം. കണ്ടപ്പോൾ ഈ ന്യൂസ് എന്നെ വളരെയധികം വേദനിപ്പിച്ചു. കൊച്ചു കുഞ്ഞുങ്ങളോട് ഇങ്ങനെ കാട്ടുന്ന ഒരു വലിയ കുഞ്ഞുങ്ങളോട് എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ.